വാ എന്ന് പറയാണ്. മോസ് എന്നുണ്ട് അടുത്ത്, വാമോസ് എന്നാണ്. അതിൽ വാ മാത്രം കുറച്ച് നീട്ടിട്ടേക്കണ്. എന്താണ് ഈ വാ? എന്താ ഉദ്ദേശിക്കുന്നത്? വായോന്ന്. എങ്ങോട്ട് വായോ? കേരളത്തിലേക്ക് വായോ. ആരോട്? അർജന്റീന. ഓ, അർജന്റീന ക്ഷണിക്കാണ് കേരളം. ഒന്ന് ആലോചിച്ച് നോക്കി. അർജന്റീന വരാൻ പോകുന്നത് വല്ലതും അറിയണ്ട അല്ലേ? മെസ്സി വരുന്ന കാര്യത്തിൽ ഉറപ്പില്ല. ഒന്ന് പോവല്ല. മെസ്സി വരും. ഒന്നും വേണ്ട നെഗറ്റീവ് അടിക്കല്. അത് പോയി. മെസ്സി വരും. മെസ്സി വരാതിരിക്കാൻ പറ്റും. മറ്റേ സിനിമയിലെ പോലെ ജോഷിനെ ചതിച്ചാശാന്നുള്ളത്. മോഹൻലാൽ വരും 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 എന്ന് പറഞ്ഞിട്ട് മെസ്സി ഒന്നില്ലെങ്കിൽ പിന്നെ എന്തിനാന്ന് ചിന്തിക്കുന്നുണ്ടാവും. അല്ല, അർജന്റീന ബാക്കി വേറെ പ്ലേയേഴ്സ് ഉണ്ട് കേട്ടോ. എന്തായാലും മെസ്സി വരും എന്നുള്ള പ്രത്യാശയിൽ ഞങ്ങൾ ഈ വാർത്ത വായിച്ച് തുടങ്ങുകയാണ്. വാമോസ് അർജന്റീന, വാ എന്നാ പറയുന്നത്. അർജന്റീന ഫുട്ബോൾ എന്നായിപ്പോയി. അർജന്റീന ഫുട്ബോൾ ടീം 2025 അവസാനം കേരളത്തിലേക്ക്. ലയണൽ മെസ്സി വരുമോ എന്ന് ഉറപ്പില്ല. പ്ലീസ് എങ്ങനെയെങ്കിലും ഒന്ന് സമ്മതിപ്പിക്കും പ്ലീസ്. കൊടുക്കാൻ പൈസ ഒന്നുമില്ല, എന്നാലും സ്നേഹം ഒരുപാട് ഫ്ലെക്സ് ബോർഡുകളുണ്ട്, ഒരുപാട് ഫാൻസ് അസോസിയേഷൻസ് ഉണ്ട് അല്ലെ, ഒരുപാട് ആരാധകരുണ്ട്. കേരളം കണ്ട ഏറ്റവും വലിയ ഒരു വരവായിരിക്കും അത്. കേരളത്തിലും ഒരു 2 കോടി ജനങ്ങളെങ്കിലും വേണമെങ്കിൽ വരാം. ഒന്ന് വായോ പ്ലീസ്. 2 കോടി തരാനില്ല, വായോ. സ്നേഹമുണ്ട്. ലോക ഫുട്ബോൾ ചാമ്പ്യന്മാരായ അർജന്റീനയെ കേരളത്തിൽ കളിപ്പിക്കാനുള്ള ശ്രമങ്ങളിൽ ഒരു പടി കൂടി മുന്നേറിയതായി സംസ്ഥാന കായിക വകുപ്പ്. അടുത്ത വർഷം ഒക്ടോബർ നവംബർ മാസങ്ങളിലായി ടീമിനെ കേരളത്തിൽ എത്തിക്കാൻ അർജന്റീനൻ ഫുട്ബോൾ അസോസിയേഷനുമായി പ്രാഥമിക ധാരണയിലെത്തിയെന്നാണ് സൂചന. ദൈവമേ, അണ്ടർ-19 ടീമൊന്നും വിടല്ലേ, അവരുടെ ടിവിയിൽ കണ്ടോളാം. ഇത് സംബന്ധിച്ച പ്രഖ്യാപനം ഇന്ന് രാവിലെ കായിക മന്ത്രി വി അബ്ദുൾ റഹ്മാൻ നടത്തും. ടീമിനൊപ്പം ലയണൽ മെസ്സി ഉൾപ്പെടെയുള്ള സൂപ്പർ താരങ്ങളിൽ ആരൊക്കെ എത്തുമെന്ന കാര്യത്തിൽ ഉറപ്പില്ല. 2 മത്സരങ്ങളാകും ടീം കേരളത്തിൽ കളിക്കുക. ഫിഫ റാങ്കിങ്ങിൽ ആദ്യ 50 സ്ഥാനത്തിനുള്ളിൽ നിൽക്കുന്ന ഏഷ്യൻ ടീമാകും എതിരാളികളെന്നാണ് വിവരം. ഒരു വേദി കൊച്ചി ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിലാണ്. ഓ മൈ ഗോഡ്. അനൂപേ, കൊച്ചിക്ക് പോടാ. ഞങ്ങളുടെ കൂട്ടത്തിൽ അനൂപുണ്ട്. അനൂപ് ഭയങ്കര ഫുട്ബോൾ ഫാനാണ്. ബ്ലാസ്റ്റേഴ്സിൻ്റെ കളി കാണാൻ പോകാന്നൊക്കെ പറഞ്ഞിരിപ്പുണ്ടായിരുന്നു. എന്തിനാണ് ഇനി ബ്ലാസ്റ്റേഴ്സിൻ്റെ കളി കാണുന്നത്? മഞ്ഞപ്പട നമുക്ക് വേണ്ട. മഞ്ഞപ്പടനെ മറ്റു പല പേരുകൾ പറഞ്ഞാണ് ഇപ്പോൾ. മഞ്ഞപ്പട ഫാൻസാണ് കേട്ടോ ബ്ലാസ്റ്റേഴ്സ് ഭയങ്കരമായ അനീതിയാണ് മാനേജ്മെൻറ്റൊക്കെ നമ്മുടെ ആരാധകരോട് ചെയ്യുന്നത്. ആ സാഹചര്യത്തിലാണ് കൊച്ചി സ്റ്റേഡിയത്തിലേക്ക് അർജന്റീനയുടെ കളി വരുന്നത്. അതിനെന്തായാലും പോകണം, ടിക്കറ്റ് ഇട്ടാണ് സംശയം. അപ്പോൾ എന്തായാലും ഒരു കളി ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിലാണ് കൊച്ചി. 2ാമത്തെ വേദി മലപ്പുറത്ത് നിർമ്മിക്കുന്ന പുതിയ സ്റ്റേഡിയം ആകുമെന്നായിരുന്നു മന്ത്രി നേരത്തെ പ്രഖ്യാപിച്ചിരുന്നത്. എന്നാൽ ഇത് 1 വർഷത്തിനുള്ളിൽ പൂർത്തിയാകുമെന്ന കാര്യത്തിൽ ഉറപ്പില്ലാത്തതുകൊണ്ട് അതിനാൽ രാജ്യാന്തര മത്സരവേദിയായ തിരുവനന്തപുരം കാര്യവട്ടത്തെ സ്പോർട്സ് ഹബ് സ്റ്റേഡിയവും പരിഗണനയിലുണ്ട്. പക്ഷേ നിലവിൽ കേരളത്തിലെ ഏക രാജ്യാന്തര ക്രിക്കറ്റ് മത്സരവേദിയായി ഇവിടെ പിച്ചടക്കം പൊളിച്ചു മാറ്റി ഫുട്ബോൾ ടർഫ് ഒരുക്കണമെങ്കിൽ വലിയ ചെലവും അധ്വാനവും വേണ്ടിവരും. എങ്കിൽ പിന്നെ ആ മലപ്പുറത്തെ അതിനെ ശരിയാക്കിയാൽ പോരെ? അതുകൊണ്ട് എന്തായാലും മറ്റേ ശരിയാക്കണ്ടേ? അപ്പോൾ ടീമുകളുടെ പ്രതിഫലം അടക്കം 200 കോടിയിലേറെ രൂപ വേണ്ടിവരുമെന്നാണ് സൂചന. ഈ തുക പൂർണ്ണമായും സ്പോൺസർഷിപ്പിലൂടെ കണ്ടെത്തുമെന്നും സർക്കാരിന് ചെലവൊന്നുമില്ലെന്നുമാണ് കായിക വകുപ്പ് പറയുന്നത്. അർജന്റീന ഫുട്ബോൾ അസോസിയേഷനുമായുള്ള ചർച്ചകൾക്കായി കായിക മന്ത്രിയും ഉദ്യോഗസ്ഥരും 2 മാസം മുമ്പ് സ്പെയിൻ സന്ദർശിച്ചിരുന്നു. കേരളത്തിലെ മത്സരവേദികൾ പരിശോധിക്കാനായി അർജന്റീന പ്രതിനിധികൾ ഈ വർഷം എത്തുമെന്നായിരുന്നു അന്ന് പറഞ്ഞിരുന്നത്. എന്നാൽ അടുത്ത വർഷമാകും ആ സന്ദർശനം എന്നാണ് ഇപ്പോഴത്തെ വരുന്നത്. നന്നായി, അല്ലെങ്കിൽ ഇവിടുത്തെ പിച്ചൊക്കെ കണ്ട് അവർ ഓടിയാനെ. അതിനുശേഷമാകും അന്തിമ തീരുമാനം. കേരളത്തിൽ ഫുട്ബോൾ അക്കാദമി തുടങ്ങാൻ അർജന്റീന ഫുട്ബോൾ അസോസിയേഷനുമായി ധാരണയായെന്നും മന്ത്രി പ്രഖ്യാപിച്ചിരുന്നു. ഈ ഒരു കാര്യത്തിൽ അർജന്റീനയൊക്കെ ഭയങ്കര നിലപാടുകൾ സ്വീകരിക്കുന്ന ആളുകൾ, അർജന്റീന ബ്രസീലൊക്കെ. കാരണം ഇവരൊക്കെ ഭയങ്കരമായ വികസിത രാജ്യങ്ങളൊന്നും അല്ല. ഫുട്ബോളാണ് അവരാക്കിയത്. അർജന്റീന, ബ്രസീൽ, ഉറുഗ്വേ ഇങ്ങനെയുള്ള ഒരുപാട് രാജ്യങ്ങളെ ഫുട്ബോളാണ് വളർത്തിയതെന്ന് പറയാം. അപ്പോൾ അതുകൊണ്ട് അവർക്ക് മറ്റു രാജ്യങ്ങളിലും ചില ഫുട്ബോൾ വളരാതെ കിടക്കുന്ന രാജ്യങ്ങളിലും ഫുട്ബോളിൻ്റെ പ്രാധാന്യം എത്തിക്കണമെന്നും കോച്ചിങ് സെൻറ്റർ തുടങ്ങണമെന്നൊക്കെ ഒരുപാട് ആഗ്രഹമുണ്ട്. പ്രത്യേകിച്ച് കേരളത്തൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അവർ. കാരണം ഫാൻസ് അസോസിയേഷനൊക്കെ ഭയങ്കരമായിട്ട് ഉള്ളതുകൊണ്ട് തന്നെ കേരളത്തിൻ്റെ ചില വാർത്തകളൊക്കെ അങ്ങോട്ടേക്ക് പോകാറുണ്ട്. അതുകൊണ്ട് കേരളത്തേക്ക് ഭയങ്കര ഇഷ്ടമാണ് അർജന്റീനക്കാർക്കും അർജന്റീന അസോസിയേഷനൊക്കെ. അതുകൊണ്ട് ആ ചർച്ച നടത്താൻ പറ്റുന്ന പോലെ അതുകൊണ്ടാണ്. മെസ്സി വരുമെന്ന് ഉറപ്പില്ല. ഇപ്പം തന്നെ 200 കോടിയാണ് അവർക്ക് വേണ്ടത് തന്നെ. സർക്കാർ 200 കോടി. പിന്നെ അവിടെ പാവപ്പെട്ടവർക്ക് കൊടുക്കാനുള്ള പെൻഷൻ ഇല്ല. നമ്മൾ അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പം പിന്നെ എങ്ങനെയാണ് 200 കോടി കണ്ടെത്താൻ സാധിക്കുക? പക്ഷേ പിരിച്ചെടുക്കാൻ പറ്റും. മലപ്പുറത്തൊക്കെ പോയാൽ മതി. ബക്കറ്റൂര് നടത്തിയത് വേറെ എന്തെങ്കിലും ഔദ്യോഗികമായിട്ട് നമ്മളിങ്ങനെ പിരിക്കാറില്ലേ, അതുപോലെ പിരിക്കണം. മെസ്സി വരും എന്നൊക്കെ പറഞ്ഞ് പിരിച്ചു കഴിഞ്ഞാൽ 200 കോടിയല്ലേ, അനൂപിൻ്റെ 1 മാസം ശമ്പളവും കൊടുക്കും. അമ്മാതിരി ഫാനാനൊക്കെ, മനസ്സിലായോ? അതുകൊണ്ട് മെസ്സി വരട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. അല്ലേ? മെസ്സി വരട്ടെ, അർജന്റീന വരട്ടെ.